വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഈ പുതിയ ദിവസത്തിലെ നമ്മുടെ വായന ഭാഗം 2 ദിനവൃത്താന്തം 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി 1 ശമൂവേൽ 14 അധ്യായം 50 വാക്യം. അവൻ്റെ സേനാധിപതിക്ക് അബ്നേർ എന്നു പേർ. ശൗൽ രാജാവിൻ്റെ ഇളയപ്പനായ നേരിൻ്റെ മകനായിരുന്നു അബ്നേർ. ശൗലിൻ്റെ അപ്പനായ കീശും അബ്നേറിൻ്റെ അപ്പനായ നേരും അബിയേലിൻ്റെ മക്കൾ ആയിരുന്നു. അബ്നേർ ശൗൽ രാജാവിൻ്റെ സൈന്യാധിപനും ആയിരുന്നു. അബ്നേർ എന്ന പേരിൻ്റെ അർത്ഥം പിതാവ് ദീപമാകുന്നു എന്നതാണ്. ശൗൽ രാജാവിൻ്റെ മരണശേഷം ശൗലിൻ്റെ മകനായ ഈശ്ബോശത്തിനെ സേനാപതിയായ അബ്നേർ മഹനയീമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അതിനുശേഷം അബ്നേർ ഈശ്ബോശത്തിനെ എല്ലാ ഇസ്രായേല്യർക്കും രാജാവാക്കി. ഗിലെയാദ്, അശൂരി, ഇസ്രായേൽ, എഫ്രയീം, ബെന്യാമീൻ എന്നിവിടങ്ങളിലെ രാജാവായി തീരുവാൻ ഈശ്ബോശത്തിന് സാധിച്ചു. അത് 2 ശമൂവേൽ 2 അധ്യായത്തിൻ്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. യോവാബുമായി സന്ധി ചെയ്ത് അബ്നേർ യോവാബിൻ്റെ സഖ്യത്തിൽ ആയിത്തീരുകയാണ് തുടർന്ന് ചെയ്യുന്നത്. എന്നാൽ അബ്നേർ ഈശ്ബോശത്തിനോട് തുടർന്നും വിധേയത്വം പുലർത്തുകയും ദാവീദ് രാജാവുമായി സഖ്യം ചേരുകയും ചെയ്തിരുന്നു. തുടർന്ന് അസഹേൽ എന്ന ഒരു വ്യക്തിയെ വധിച്ചതിൻ്റെ പ്രതികാരം തീർക്കുവാനായിട്ട് ആ അസഹേലിൻ്റെ സഹോദരനായ യോവാബ് ഒരുക്കിയ ചതിയിലൂടെ യോവാബ് തന്നെ അബ്നേറിനെ വധിക്കുന്നതായിട്ട് കാണുന്നു. ഇതറിഞ്ഞ ദാവീദ് അബ്നേറിൻ്റെ കുലീനതയെയും കർമ്മകുശലതയെയും വാനോളം പുകഴ്ത്തി വിലപിക്കുന്നത് 2 ശമൂവേൽ 3 അധ്യായം 33 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ പറയുന്നത് ഇപ്രകാരമാണ്: അബ്നേർ ഒരു നീചനെ പോലെയാണോ മരിക്കേണ്ടത്? നിന്റെ കൈ ബന്ധിച്ചിരുന്നില്ല, നിന്റെ കാലിനു ചങ്ങലയിട്ടിരുന്നില്ല. നീതികെട്ടവരുടെ മുമ്പിൽ പട്ടുപോകുന്നത് പോലെ നീ പട്ടുപോയല്ലോ. അങ്ങനെ സകല ജനവും അവനെക്കുറിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു എന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അതിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് വളരെ ധീരനായ സമർത്ഥനായ ഒരു നേതാവായിരുന്നു അബ്നേർ എന്ന്. സൈന്യാധിപന്മാർക്കുണ്ടായിരിക്കേണ്ട സമർത്ഥമായ ഗുണഗണങ്ങൾ ഒത്തിണങ്ങിയ വ്യക്തിയായിരുന്നു അബ്നേർ. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ ധീരതയോടെയും കർമ്മകുശലതയോടെയും ഏറ്റെടുക്കുക. അതിന് ദൈവം നമ്മളെ ഏവരെയും ശക്തീകരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളുടെ ഉത്തരവാദിത്വങ്ങളിൽ വന്നുപോയ വീഴ്ചകളെ ക്ഷമിക്കണമേ. ധീരതയോടെ കുലീനതയോടെ ഞങ്ങളുടെ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുവാൻ സഹായിക്കണമേ. ആമേൻ.